ഒന്നാകെ ഒലിച്ചുപോയ ഒരവസ്ഥ അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ വാക്കുകൾ ഈ സമയത്ത് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണം. അവർ വേദന അറിഞ്ഞിട്ടുണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തലയോട്ട് ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു. എനിക്ക് വേദനിക്കുന്നു അല്ലെങ്കിൽ ഞാനൊരു ദുരന്തത്തിൽ പെട്ടു എന്ന് തലച്ചോറിലേക്ക് ആ വിവരം എത്തുന്നതിന് മുമ്പേ മരണം സംഭവിച്ചു കാണും എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഈ ദുരന്തത്തിലെ ഏക ആശ്വാസവും അതുമാത്രമാണ്. വേദന അറിഞ്ഞിട്ടുണ്ടാകില്ല അവർ എന്നാണ്. വി അരുണാണ് മുണ്ടക്കയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നമുക്ക് നിലമ്പൂരിലേക്ക് കൂടി പോകണം. ഐഷത്തുൽ ഷംന അവിടെ നിന്നും ചേരുന്നുണ്ട്. ഷംന, ചാലിയാർ പുഴയിലെ പരിശോധന, പുഴയുടെ 40 കിലോമീറ്റർ പരിധിയിൽ പരിശോധന നടത്തണം. അവിടെ തന്നെയാണ് പ്രധാന കേന്ദ്രം. ഇനി മൃതദേഹങ്ങൾ 200ഓളം പേരെ കണ്ടെത്താനുണ്ട്. അവരെ ജീവനോടെ കിട്ടുമോ എന്നുള്ള പ്രതീക്ഷകൾ വളരെ കുറവാണ്. ഏത് രീതിയിലാണ് ആ പുഴയിലെ തെരച്ചിൽ പുരോഗമിക്കുന്നത്? അശ്വതി, തീർച്ചയായും ഇന്ന് ചാലിയാർ പുഴയിലെ തെരച്ചിൽ വളരെ ഊർജിതമാക്കി കൊണ്ടാണ് മുന്നേറുന്നത്. ഇന്ന് 3 ഘട്ടമായാണ് ഇവരെ തിരിച്ചിരിക്കുന്നത്. പോലീസും ഈ നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്ന് പുഴയിൽ തിരയും. ഒപ്പം തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ ഹെലികോപ്റ്റർ വഴി തെരച്ചിലുണ്ടാകും. നേവിയും ഫോറസ്റ്റും ചേർന്ന് ഈ പുഴയോട് ചേർന്ന പ്രദേശങ്ങളിലും അതുപോലെ പുഴയിലും തെരച്ചിലുണ്ടാകും. ഇതിനു പുറമെ ഈ മേഖലയിലെ ആദിവാസികൾ ചേർന്ന് ഫോറസ്റ്റിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒക്കെ സഹായിക്കാനായി ആദിവാസികളുടെ നേതൃത്വത്തിൽ കൂടി തിരച്ചിലുണ്ടാവും. അങ്ങനെ 3 ഘട്ടമായി തിരിഞ്ഞുകൊണ്ട് ഈ ചാലിയാർ പുഴയുടെ 40 കിലോമീറ്റർ പരിധിയിൽ ഈ മുഴുവനായും തിരച്ചിൽ നടക്കുകയാണ്. ഈ 40 കിലോമീറ്റർ ചാലിയാർ പുഴയിലെ ഏകദേശം 8 പോലീസ് സ്റ്റേഷൻ പരിധികളാണുള്ളത്. ഈ 8 പോലീസ് സ്റ്റേഷൻ പരിധികളിലെയും ഉദ്യോഗസ്ഥരടക്കം ഈ തിരച്ചിൽ നടപടികളിൽ ഉണ്ടാകും. വനംവകുപ്പ്, നേവി, പോലീസ് ഉദ്യോഗസ്ഥർ, NDRF തുടങ്ങിയ എല്ലാവരും, നാട്ടുകാരും ആദിവാസികളും ഉൾപ്പെടെയുള്ള ഒരു വലിയ ഒരു കൂട്ടായ തിരച്ചിൽ തന്നെയാണ് ഇന്ന് ചാലിയാർ പുഴയിൽ തുടരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലായി 3 ദിവസങ്ങളിലായി 150ലധികം മൃതദേഹങ്ങൾ, ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും ഉൾപ്പെടെ 150ലധികം മൃതദേഹങ്ങളാണ് ഇവിടെ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും ഈ ചാലിയാർ പുഴയിൽ തിരച്ചിൽ ശക്തമായി തുടരാൻ തന്നെയാണ് ഇപ്പോൾ നിർദ്ദേശമുള്ളത്. ഒപ്പം തന്നെ ഈ ചാലിയാർ പുഴയിൽ ഇന്ന് ജലനിരപ്പ് അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇത് ഏത് നിമിഷം വേണമെങ്കിലും ഈ ചാലിയാർ പുഴയിലെ ജലനിരപ്പ് കൂടാം. പ്രത്യേകിച്ച് കോഴിക്കോട് മേഖലയിൽ മഴ പെയ്താൽ പെട്ടെന്നായിരിക്കും ഈ ചാലിയാർ പുഴയിലെ ജലനിരപ്പ് കൂടുന്നത്. അത് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാത്രവുമല്ല, ഏകദേശം 4 മണിയാവുന്നതോടുകൂടി ഈ മേഖലയിൽ വനമേഖല കൂടിയാണ് ഇവിടുന്ന്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇരുട്ടാവും. കാട്ടാന ഭീതി നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ തെരച്ചിലിന് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇന്ന് ഏകദേശം 7 മണിയോടുകൂടി തന്നെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. 7 മണിയോടുകൂടി തിരച്ചിൽ ആരംഭിച്ചു. അത് കൂടെ വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷം ഒട്ടും തിരയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. കാരണം ഇരുട്ടാവും, പുഴയിലെ ജലനിരപ്പ് വളരെയധികം വർദ്ധിക്കും, മഴയാണ്. ഇതൊക്കെ തിരച്ചിലിന് പ്രതികൂലമായി ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ കൂടി ഈ തെരച്ചിലിലേക്ക്, ഈ നടപടികളിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് തെരച്ചിൽ നടക്കുന്നത്. കുറച്ച് സമയം കൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇന്ന് മുതൽ നടക്കുന്നത്. അതിനാണ് ഇന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതും ഈ മേഖലയിൽ കൂടുതലായി തെരച്ചിൽ നടപടികൾ ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഇന്നലെയും ഇന്നുമൊക്കെയായി ലഭിക്കുന്ന മൃതദേഹങ്ങൾ അധികവും ഇന്നലെ ലഭിച്ചതിൽ 3-4 മൃതദേഹങ്ങൾ മാത്രമാണ് മുഴുവൻ ശരീരഭാഗങ്ങളുമായി ലഭിച്ചത്. ബാക്കിയെല്ലാം ഭാഗങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ആന്തരിക അവയവങ്ങൾ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്രയും ദയനീയമായ, അത്രയും വല്ലാത്തൊരവസ്ഥയിലാണ് ആ മൃതദേഹങ്ങളുള്ളത്. പലപ്പോഴും ഇൻക്വസ്റ്റ് നടപടികൾക്ക് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് മുൻപായി ഈ മൃതദേഹം എത്തുമ്പോൾ തന്നെ അത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ, തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ആ മൃതദേഹങ്ങൾ ജീർണിച്ച അവസ്ഥയിലാണ്. കൈകാലുകൾ വേർപെട്ട് തല മാത്രമായി ലഭിക്കുന്നവ, കൈകാലുകൾ മാത്രം ലഭിക്കുന്നത്, അങ്ങനെ അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾ മാത്രം ലഭിക്കുന്ന വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും ഈ ചാലിയാർ പുഴയിലും പ്രത്യേകിച്ച് ഈ തിരച്ചിൽ നടക്കുന്നവർക്കുള്ള ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, ഈ ചളി വന്ന് കൂടിയിട്ടുണ്ട്. ഈ പുഴയുടെ ഇരുവശങ്ങളിലായി ഈ ചളിയിൽ പുതഞ്ഞ നിലയിലാണ് പല മൃതദേഹങ്ങളും ഉള്ളത്. പല
പലപ്പോഴും അവരുടെ ഒരു കൈയോ അല്ലെങ്കിൽ ഒരു വിരലും ഒക്കെ മാത്രമാണ് ഇവർക്ക് കാണാൻ കഴിയുക. പിന്നീട് ആ മേഖലയിലെ ചളി മാറ്റി അല്ലെങ്കിൽ മണ്ണ് മാറ്റിയതിന് ശേഷമേ ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ തെരച്ചിലിനായി പുഴയിൽ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ പുഴയുടെ ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും അവർക്ക് ഈ തെരച്ചിൽ നടത്തുന്ന ഉദ്യോഗസ്ഥരടക്കം നമ്മളോട് പറഞ്ഞ കാര്യം അവർക്ക് ഭയമാണ്. കാരണം ആ ഒരു ചവിട്ടി നിൽക്കുന്നത് ഈ മൃതദേഹത്തിന്റെ മേലിലാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്, കുത്തിയൊലിച്ച് വന്നിട്ടുണ്ട്. ഈ മരങ്ങളുടെ വേരുകളുടെ ഇടയിലൊക്കെയാണ് പല മൃതദേഹങ്ങളുടെയും ഭാഗങ്ങളുള്ളത്. അതിൽ നിന്നൊക്കെ ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കുക അല്ലെങ്കിൽ ഈ ശരീരഭാഗങ്ങൾ എടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ദിവസങ്ങളായി 4 ദിവസത്തോളമായി. അപ്പോൾ ഈ ഒരു മൃതദേഹങ്ങൾ അത്രയും പഴക്കം ചെന്നു ജീർണിച്ച അവസ്ഥയിലാണ്, ചളിയിൽ പുതഞ്ഞ് വെള്ളത്തിൽ മുങ്ങി അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ആയതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ അതിൽ നിന്നും വിട്ടെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. മാത്രവുമല്ല ഈ ചാലിയാർ പുഴയിൽ ഇന്നലെ രക്ഷാപ്രവർത്തനത്തിനായി പോയതിനു ശേഷം മുണ്ടേരി ഫാം ഭാഗത്ത് ഇവിടെ വനമേഖലയാണ്. ഏകദേശം പുഴ കടന്ന് കിലോമീറ്ററുകൾ ഉള്ളിലോട്ട് പോകണം, വനമേഖലയിലൂടെ പോകണം. അവിടെയാണ് ഇന്നലെ 6 മൃതദേഹങ്ങളോളം ഇന്നലെ കണ്ടെത്തിയത്. ആ വനമേഖലയിലോട്ട് കയറിയതും ശക്തമായി മഴ പെയ്തു. പുഴയിൽ നല്ല രീതിയിൽ ജലനിരപ്പ് കൂടി, കുത്തൊഴുക്കുണ്ടായി. അതിനുശേഷം ഈ തിരച്ചിലിനായി പോയ ഉദ്യോഗസ്ഥർക്ക് തിരിച്ച് മറുകരയിലെത്താൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി. ആ ഒരു പ്രശ്നങ്ങളെല്ലാം തിരച്ചിലിന് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മഴ പെയ്താൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പുഴയിലൂടെയുള്ള പിന്നെ മറുകര എത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ എയർലിഫ്റ്റിംഗ് അടക്കമുള്ള നടപടികൾക്ക് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അപ്പോഴും ഈ വനമേഖലയിൽ എയർലിഫ്റ്റിംഗ് സാധ്യമാവാത്ത ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ ഈ പ്രതികൂല കാലാവസ്ഥ തിരച്ചിലിന് തിരിച്ചടിയാവുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതിനുശേഷം മഴയെല്ലാം കുറഞ്ഞതിന് ശേഷം മാത്രമാണ് ഇന്നലെ അവർക്ക് തിരിച്ച് മറുകരയിൽ എത്താൻ സാധിച്ചത്. അത്തരം അവസ്ഥകളെല്ലാം വീണ്ടും ഈ രക്ഷാദൌത്യത്തിന് തിരച്ചിൽ നടപടികളെ വളരെയധികം പ്രയാസകരമായി മാറ്റുകയാണ്. എന്തായാലും ഇപ്പോൾ ചാലിയാർ പുഴയുടെ വിവിധ മേഖലകളിൽ ഈ മുണ്ടേരി, പോത്തുകൽ, മമ്പാട് ഒക്കെ എല്ലാ കടവുകളിലും ഊർജിതമായി തന്നെയാണ് തിരച്ചിൽ നടത്തുന്നത്. 3-4 ടീമുകളായാണ് തിരച്ചിൽ നടത്തുന്നത്. വരും മണിക്കൂറുകളിൽ എത്രയും പെട്ടെന്ന് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ, ഓരോ ദിവസവും നമുക്കറിയാം മൃതദേഹങ്ങൾ എത്രയാണോ വന്നടിയുന്നത് നമുക്കറിയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് വന്നടിഞ്ഞ മൃതദേഹങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ കൂടുതൽ ടീമുകൾ വളരെ ഊർജിതമായി പെട്ടെന്ന് തന്നെ ചാലിയാർ പുഴയിൽ തിരച്ചിൽ നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയ മൃതദേഹങ്ങൾ അവർ ഒന്നിച്ച് എല്ലാം കൂടി ഒന്നിച്ച് കൂട്ടിവെച്ച് ഒരു ഭാഗത്ത് കൂട്ടിവെച്ച് അതിനുശേഷമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അതുവരെ ഓരോ മൃതദേഹങ്ങളായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയി ഉണ്ടായിരുന്ന ഒരു സംഭവം, കുറച്ച് മൃതദേഹങ്ങൾ ലഭിച്ച് അത് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഇന്ന് കൂടുതൽ വനമേഖലയിലും മറ്റും കൂടുതൽ ഉള്ളിലോട്ടുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ എല്ലാ മൃതദേഹങ്ങളും കൂടി ഒരുപാട് മൃതദേഹങ്ങൾ ഒന്നിച്ചു കൂട്ടി അതിനുശേഷമായിരിക്കും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം ആശുപത്രിയിൽ എത്തിയ ശേഷം ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം മറ്റേ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഉടൻ തന്നെ വയനാട്ടിലോട്ട് കയറ്റി അയക്കും. ഇന്നലെ ഏകദേശം രാത്രി 9 മണിയോടുകൂടി 157 മൃതദേഹങ്ങൾ എത്തിയതിൽ 147 എണ്ണവും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വയനാട്ടിലോട്ട് അയച്ചിരുന്നു. ബാക്കിയുള്ളവ ഇന്നാണ് ബാക്കി നടപടികൾ വയനാട്ടിലോട്ട് കയറ്റി അയക്കാനുള്ള നടപടികൾ ഉണ്ടായത്. ഇന്നും അത്തരത്തിൽ തന്നെ എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തീകരിച്ച് വയനാട്ടിലോട്ട് കൊടുത്തുവിടും. അപ്പോഴും ഏറ്റവും പ്രയാസമുള്ളത്, ഏറ്റവും വേദനിപ്പിക്കുന്നത്, ഇത് ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായിട്ടുണ്ട് ഈ മൃതദേഹങ്ങൾ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും